ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളത്തിൻ്റെ ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നൈറ്റ് ഓഫ് ഫയറിൻ്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നത്. കോൺഫിഡൻസ് ലെവൽ ഇന്നത്തെ ദിവസം വളരെ കൂടുതലായിരിക്കും. എന്ത് കാര്യത്തെയും നേരിടാൻ പറ്റും എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾ എണീക്കാൻ പോണത്. അപ്പോൾ ഇന്ന് കുറേയധികം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ടായിരിക്കണം. ഇന്ന് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കാം അത് കടന്നു പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്ത് തന്നെ ആയാലും ഇന്നത്തെ ദിവസം നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കും, ഇന്ന് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എനിക്കത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ലെവലിലൂടെ ആയിരിക്കും നിങ്ങൾ ഇന്നത്തെ ദിവസം എണീക്കുന്നത് എന്നാണ് കാണുന്നത്. കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്ന് തോന്നുന്നുണ്ട്. കാരണം അതിൽ നിങ്ങൾക്കൊരു ത്രില്ല് തോന്നും. ഇന്ന് എന്ത് കാര്യം ചെയ്താലും ഒരു ത്രില്ലുണ്ടായിരിക്കും ഇന്നത്തെ ദിവസം. ഒരു മടുപ്പ് തോന്നാത്തൊരു ദിവസമായിരിക്കും. അത് എന്ത് തന്നെയായാലും നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത ഒരു കാര്യം വീണ്ടും ചെയ്യുന്നതായിരിക്കും. എന്നാലും അതിലൊരു ത്രില്ലുണ്ടായിരിക്കും, ഒരു പുതുമ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളതങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഓരോ കാര്യവും വീണ്ടും ചെയ്യുമ്പോൾ അതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അതൊരു പുതിയ അതുപോലെ ഫസ്റ്റ് ടൈം ചെയ്യുന്നത് പോലെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ അത് തുടങ്ങുന്നുണ്ടായിരിക്കും. അത് എന്ത് കാര്യം ചെയ്താലും നിങ്ങൾ ഡെയിലി ഓഫീസിൽ ചെയ്യുന്നൊരു കാര്യമായാലും ആ ഒരു കാര്യം നിങ്ങൾ മടുത്തിരിക്കുന്ന ഒരു കാര്യമായാലും ചിലപ്പോൾ ആ ഒരു മടുപ്പിൻ്റെ ഫലമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഈ വേറൊരു വഴിയിലൂടെ ഇത് ചിന്തിച്ചാൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഇത് ചിന്തിച്ച് ഇത് പൂർത്തിയാക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് വളരെ നല്ല ഒരു വൈബ്രേഷനാണ്. 4 ഓഫ് ഫയറിൻ്റെ എനർജിയാണ് ഇത്. 4 ഓഫ് ഹാർട്സിൻ്റെ എനർജിയാണ്. ശരിക്കും ഒരു സെലിബ്രേഷൻ ഉണ്ടാകും, സ്റ്റെബിലിറ്റി ഉണ്ടാകും. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് ഇത് ഇപ്പോൾ സ്ഥിരത ഇല്ലാത്ത ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ കുറേ ആൾക്കാർക്ക് ഇതിൽ ഒരു ജോലി സ്ഥിരത വരും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഇന്ന് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു വിവാഹമോ അല്ലെങ്കിൽ ഹൗസ് വാമിങ്ങോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടിയോ എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലൊരു സെൻഡ് ഓഫ് പാർട്ടിയോ ഒക്കെ ഇന്നത്തെ ദിവസം ഉണ്ടാകും എന്നാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് ഒരു പാർട്ടി മൂഡാണ് പൊതുവേ നിങ്ങൾ വളരെ നല്ല വൈബ്രേഷൻ ആയിരിക്കും ഇന്നത്തെ ദിവസം. അപ്പോൾ അത് ചിലപ്പോൾ ഇന്ന് നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യം സംഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും. കുറേ ദിവസം കൊണ്ട് നിങ്ങളിങ്ങനെ ദിവസം എണ്ണിയിരുന്നൊരു കാര്യം ഇന്നത്തെ ദിവസം സംഭവിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് എന്നാണ് കാണുന്നത്. 2 ഫയറിൻ്റെ എനർജിയാണ്. പ്ലാനിങ് ആണ്. ചില കാര്യങ്ങളിൽ നിങ്ങൾ കുറച്ചുകൂടി പ്ലാൻ ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. ചിലപ്പോൾ ബിസിനസ് ചെയ്യുന്നവർ ചിലപ്പോൾ ഒരു പാർട്ണറെ കൂടി തേടുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരാളിൻ്റെയും കൂടെ ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരാളിൻ്റെ ഗൈഡൻസ് വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഒന്നിലധികം ആൾക്കാരുമായിട്ട് ചേർന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. പിന്നെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിങ് നടക്കുന്നു എന്നും കാണുന്നുണ്ട്. 3 ഓഫ് ഫയറിൻ്റെ എനർജിയാണ്. അപ്പോൾ ട്രാവൽ തന്നെയാണ് വന്നത് ഇന്നത്തെ ദിവസം. നിങ്ങളുടെ ഗോള് അത് കുറച്ചുകൂടി വിപുലീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യമാണ് നേരത്തെ ചിന്തിച്ചിരുന്നെങ്കിൽ അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്നൊരു ദിവസമാണെന്ന്. അപ്പോൾ കൂടുതൽ കുറേ ഐഡിയ നിങ്ങളുടെ മനസ്സിലൂടെ വരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അതിൽ നിന്നും കുറച്ച് കൂടുതലായിട്ട് പഠിക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ചില ആൾക്കാർ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോയി പഠിക്കാൻ തീരുമാനിക്കുന്നു എന്ന് കാണുന്നുണ്ട്. വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോയി ജോലി ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങളുടെ വിഷൻ കുറച്ചുകൂടി വലുതാകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. പിന്നെ ഇതിൽ നിങ്ങളൊരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ്. ഇതുവരെയും അങ്ങനെ ചെയ്യാത്ത ആൾക്കാർ എനിക്ക് എന്താണ് ആകേണ്ടത്,
ഈ ലൈഫിൽ എനിക്ക് എന്തൊക്കെയാണ് നേടിയെടുക്കേണ്ടത് എന്ന് കൃത്യമായ പ്ലാനിങ് ഇല്ലാതിരുന്ന ആൾക്കാർ ആ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു ഇൻസ്പിറേഷനൊക്കെ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഫലമായിട്ട് ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. പിന്നെ സൺ കാർഡാണ് അടുത്ത് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം സക്സസ് ആൻഡ് റെക്കഗ്നേഷൻ ഉണ്ട് എന്നാണ് കാണുന്നത്. വളരെ നിങ്ങൾ ആഗ്രഹിച്ച കുറേയധികം കാര്യങ്ങളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് വരുന്ന ഒരു ദിവസവും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്കുണ്ടാകും എന്നാണ് കാണുന്നത്. അപ്പോൾ പുതിയ പ്രതീക്ഷകൾ, ഇതിൽ ഒരു കുഞ്ഞ് ജനിക്കുന്ന ഒരു എനർജി ഉണ്ട്. നിങ്ങൾക്കറിയാവുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും ഒരു കുഞ്ഞ് ജനിക്കുന്ന ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് കേൾക്കുമെന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട്. സ്പിരിച്വലായിട്ട് കുറച്ചധികം ഒരു അറിവുകൾ നിങ്ങൾ നേടുന്ന ഒരു സമയമാണിത്. പിന്നെ ശരിക്കും സൂര്യനെ പോലെ തിളങ്ങാൻ പറ്റുന്നൊരു സമയം കൂടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ചിന്താഗതികളാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ എല്ലാ ഒബ്സ്റ്റക്കിൾസും മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. പേജ് ഓഫ് ഫയറിൻ്റെ എനർജിയാണ്. അപ്പോൾ ശരിക്കും ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. പുതിയൊരു ജോബ് ഓഫർ വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ശരിക്കും ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് നിങ്ങളാക്കുന്ന ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള തരത്തിലുള്ള ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ചില ആൾക്കാർ ഇതിൽ സെൽഫ് മോട്ടിവേറ്റഡ് ആകുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സോൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ പോകേണ്ട വഴി, നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾ ഈ വഴിയാണ് പോകേണ്ടത് എന്നൊക്കെ നിങ്ങളുടെ സോൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ സോളുമായിട്ടൊരു കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സോൾ മെസ്സേജസ് നിങ്ങൾക്ക് സെൽഫായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. വളരെ ഈശ്വരാധീനത്തോടു കൂടി ഇരിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം. വൈസ് കൗൺസിലറാണ് നിങ്ങൾ. പാസ്റ്റിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ചെയ്തിരുന്ന കാര്യം, അതായത് നിങ്ങളുടെ അല്ലെങ്കിൽ പിതാമഹന്മാരാരെങ്കിലും ചെയ്തിരുന്ന കാര്യം, ഫാമിലി ആയിട്ട് ചെയ്തിരുന്ന കാര്യം നിങ്ങളത് ചെയ്തു തുടങ്ങുന്നു എന്നുള്ളതാണ്. അത് ഈ ഒരു സമയമായിരിക്കാം നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ളൊരു അറിവൊക്കെ കിട്ടുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഇതിൽ നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് നിങ്ങൾക്ക് ചെയ്യുന്നു എന്നും കൂടെ പറയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയം. നിങ്ങൾ കുറേ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതിൻ്റെ ഒരു ത്രില്ലാണ് എന്നുള്ളതാണ്. അത് ചിലപ്പം അതിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു കാര്യം അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ബുക്ക് കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു യൂട്യൂബിന് വീഡിയോയിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തികളുടെ ഗൈഡൻസിലൂടെ നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കാം. എന്തായാലും നിങ്ങളുടെ പാസ്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കൺഫേം ആക്കാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിൽ ആരായിരുന്നെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ എന്ത് തൊഴിലാണ് ചെയ്തിരുന്നതെന്നോ, അങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ കഴിഞ്ഞ ജന്മവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് പല വഴികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ പാസ്റ്റ് ലൈഫ് റീഡിങ്ങിലൂടെ കിട്ടും, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് റിഗ്രഷനിലൂടെ കിട്ടും, അല്ലെങ്കിൽ ആകാശിക് റെക്കോർഡ് റീഡ് ചെയ്യുന്നതിലൂടെ കിട്ടും, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളതിനെ മെഡിറ്റേഷൻസിലൂടെ കിട്ടും. അതിൽ ആരെങ്കിലും നിങ്ങളെ സഹായിക്കുന്നുണ്ടായിരിക്കാം. 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് കിട്ടുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, നിങ്ങൾ ഒരുപാട് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും നിങ്ങളുടെ ഒരു സോൾമേറ്റ് അങ്ങനത്തെ കണക്ഷനുള്ള ഒരു വ്യക്തി നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരുന്ന ഒരു എനർജിയാണ്. ഒരു റീകൺസിലിയേഷൻ പോസിബിൾ ആകുന്ന ഒരു സമയമാണ്. കാരണം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ ഈ സമയം നോ കോണ്ടാക്റ്റ് ആയിരുന്നെങ്കിൽ ഒരു റീകൺസിലിയേഷൻ വരുന്നു എന്ന് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു കോളോ മെസ്സേജോ ആയിരിക്കാം, ചിലപ്പോൾ ആ വ്യക്തി നേരിട്ട് തന്നെ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം, ചിലപ്പോൾ നിങ്ങളോടൊരു മാപ്പൊക്കെ ചോദിച്ചേക്കാം. നിങ്ങളെ കാണണമെന്ന് പറഞ്ഞിരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഒരു തിരിച്ചറിവ് അവർക്ക് വരുന്നു എന്നുകൂടി കാണുന്നുണ്ട് കേട്ടോ.
ഇതിനകത്ത്. ക്യൂൻ ഓഫ് എയറിൻ്റെ എനർജിയാണ്. ശരിക്കും നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ട്, നിങ്ങളുടെ സെൽഫായിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇത്രയും കാലത്തിനുള്ളിൽ നിങ്ങൾ പഠിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും വലിയ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് സ്വയം ഒരു ബോധ്യം നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെപ്പറ്റി എന്തെല്ലാം കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തത്, റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ഫിനാൻസിൻ്റെ കാര്യത്തിലോ ജോലിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ സ്പിരിച്വലായിട്ടുള്ള എക്സ്പീരിയൻസോ ഒരുപാട് നിങ്ങൾ ചിന്തിക്കുന്നതിലപ്പുറം നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള കുറേയധികം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായി എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പം പിന്നെ ജീവിതത്തെ വളരെ ഹ്യൂമറസ് ആയിട്ട് കാണാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഉണ്ടാകും. ഒന്നിനെയും ഒരു വലിയ കാര്യമായിട്ട് എടുക്കൂല. ഇപ്പം നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓരോ കാര്യവും അത് അത്രയും വലിയൊരു കാര്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, അത് വളരെ ഹ്യൂമറസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ. അത് നിങ്ങളുടെ സോള് തന്നെ കൊടുക്കുന്ന നല്ല മെസ്സേജസ് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങളുടെ സോളിൻ്റെ മെസ്സേജ് റീഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്കൊരു ഇൻഡ്യൂഷനായിട്ടോ അല്ലെങ്കിൽ ഒരു ഗട്ട് ഫീലിംഗ് ആയിട്ടോ ഒക്കെ നിങ്ങളുടെ സോളിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ്. നിങ്ങൾ അത്രത്തോളം ഒരു എക്സ്പീരിയൻസ്ഡ് സോളാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടുമെന്ന് കാണുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ പറഞ്ഞതാണ് ഇതിനകത്ത് കിട്ടിയിട്ടുള്ളത്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്നത് ഇൻഡ്യൂഷൻ ഉള്ള ഒരാളാണ്, ഒരു സ്പിരിച്വൽ ടീച്ചറാണ്, അത്രയും ബുദ്ധിയും കഴിവുമൊക്കെ ഉള്ള ഒരാളാണ്, വളരെ ക്ഷമയുള്ള ഒരു, ശരിക്കും സ്പിരിച്വലി ഒരുപാട് ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഈ ഒരു വ്യക്തി. അതായത് നിങ്ങളെന്ന് പറയുന്നത് കഴിഞ്ഞ ജന്മത്തിൽ തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള കഴിവുകളുള്ള ആൾക്കാർ ആയിരുന്നു എന്ന് നിങ്ങൾ ഈ ഒരു സമയം തിരിച്ചറിയുന്നുണ്ടായിരിക്കാം. ഇതിൽ നിങ്ങൾ മറ്റുള്ളവരെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്ന ആൾക്കാരായിരിക്കാം, ഹീലർമാരായിരുന്നിരിക്കാം, ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള മറ്റുള്ളവരെ ഒരു ദൈവത്തിൻ്റെ വഴിയിലേക്ക് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് വരിക എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫ് പർപ്പസ്. അത് നിങ്ങൾ ഈ സമയം തിരിച്ചറിയുന്നുണ്ടായിരിക്കണം. കാരണം അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. അപ്പം നമ്മൾ സ്വയം എക്സ്പീരിയൻസ് എടുത്താൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്, മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ പുസ്തകം വായിച്ച് പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നത് കൊണ്ടോ ഒന്നും നമുക്ക് മറ്റൊരാളിനെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അങ്ങനെ പറ്റുന്ന ആൾക്കാരുണ്ടാവും, അത് വേറെ. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് തന്നെ എല്ലാ മേഖലകളിലും, ചിലപ്പോൾ ഫിനാൻസിൽ കാണും, റിലേഷൻഷിപ്പിൽ കാണും, എന്തിൽ തന്നെ ആയാലും നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് എന്നാണ് കാണുന്നത്. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് എന്നുള്ളത് നിങ്ങൾ ഈ സമയം ഈ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഡിവൈൻ കണക്ഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊരു ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ആളാണ് ഹൈ പ്രീസ്റ്റസ്. നമ്മൾ എല്ലാ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ ജീവിതത്തിലൊരു ബാലൻസ് കിട്ടി എന്നുള്ളതാണ്. നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. കാരണം എല്ലാ എക്സ്പീരിയൻസും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ചീറ്റിംഗ് ആയിട്ടും അങ്ങനെ പല കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കണം. 8 to ഫയറിൻ്റെ എനർജിയാണ്. ഇന്ന് നേരത്തെ ശരിക്കും പെൻഡിങ് ആയിട്ടിരുന്ന കുറേ കാര്യങ്ങൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പെട്ടെന്ന് നടക്കും എന്നുള്ളതാണ്. സ്പീഡാണ് ഇന്നത്തെ കാര്യങ്ങൾക്ക്. പെൻഡിങ് വർക്കുകളൊക്കെ നന്നായിട്ട് നടക്കും. ഒന്നിലധികം കാര്യങ്ങളിൽ നിങ്ങൾ എൻഗേജ്ഡ് ആകേണ്ടി വരും. ഒന്നിലധികം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മാത്രമല്ല മറ്റുള്ളവരുടെ ജോലികൾ കൂടി നിങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യേണ്ടി വരും എന്ന് കാണുന്നുണ്ട്. ഒരു എയർ ട്രാവലൊക്കെ കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം. നിങ്ങൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകാനുള്ളൊരു വിസ വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നതോ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതോ ആയ ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. പിന്നെ പേജ് ഓഫ് എർത്താണ്. ശരിക്കും പഠിക്കാൻ പോകുന്ന ആൾക്കാർക്ക് അങ്ങനെ ഇന്നത്തെ ദിവസം നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതായിരിക്കാം. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു ത്രില്ല് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. വളരെ വളരെ ഹാപ്പി ആയിട്ട്, അത് മാത്രമല്ല വളരെ നിങ്ങൾക്ക് എന്ത് കാര്യവും ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കാം. ഒരു
ടീനേജ് പിള്ളേരെ ഒരു എനർജിയാണ് ഇന്നത്തെ. അത് അവർക്ക് ടീനേജ് പിള്ളേർക്ക് അറിയാലോ, അവർക്ക് ശരിക്കും ഒരു ഹൈ വൈബ്രേഷനാണ് അവർക്കുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇന്നത്തെ ഒരു റീഡിങ്ങിൽ കിട്ടിയത്. പിന്നെ ഇപ്പോഴത്തെ ടീനേജ് പിള്ളേരുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല, എപ്പോഴും മൊബൈലാണ് അവരുടെ കയ്യിൽ. പൊതുവേ ടീനേജ് എന്ന് പറയുന്നത് നല്ല ശരിക്കും ഒരു ആക്റ്റീവ് ആയിട്ടുള്ളൊരു സമയമാണ്. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളത്. ക്യൂൻ ഓഫ് ഫയറിൻ്റെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. ശരിക്കും ഒരു ഡിറ്റർമിനേഷനൊക്കെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എല്ലാ ദിവസവും, എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ദിവസം എനിക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്, നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അങ്ങനത്തെ ഒരു ചിന്ത ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ടാവും. വളരെ ശക്തമായിരിക്കും നിങ്ങളുടെ തോട്ടും നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ പ്രവൃത്തിയും. ഈ 3 കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ഒരു ഈക്വലായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. അതൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ പ്രവൃത്തിയും മാത്രമല്ല, നിങ്ങളുടെ വാക്കുകളും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം നിങ്ങളോട് ആരെങ്കിലും ഒന്ന് ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചാൽ പോലും നിങ്ങളത് ഇന്നത്തെ ദിവസം വളരെ കാര്യമാക്കാനിടയില്ല. നിങ്ങളതൊന്നും ഒരു നെവർ മൈൻഡായിട്ട് കളയാനാണ് സാധ്യത. പൊതുവേ മറ്റുള്ളവർ നിങ്ങളെ എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡ് ആകുന്ന ആൾക്കാർ ഇന്നത്തെ ദിവസം നിങ്ങൾ ഇതൊന്നും ഒരു കാര്യമല്ല എന്നുള്ളൊരു രീതിയിൽ നിങ്ങളുടേതായ കാര്യത്തിൽ കുറച്ച് എൻഗേജ്ഡ് ആകും. അതുകൊണ്ട് തന്നെ പുറത്തുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾ ബോധേഡ് ആകുന്നതല്ല. സെൽഫായിട്ട് മോട്ടിവേറ്റഡായി നിങ്ങളുടെ തന്നെ കാര്യങ്ങളിൽ ചിന്തിച്ച് ഇരിക്കും, നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നാണ് ഇന്ന് കാണുന്നത്. ശരിക്കും ഈശ്വരാധീനമുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി, ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.